പ്രിയപ്പെട്ടവരെ, നമുക്കിന്നേ എല്ലാ ആൾക്കാർക്കും ഉള്ളൊരു, മിക്കവാറും ആൾക്കാർക്കെല്ലാം ഉള്ളൊരു പ്രശ്നമാണ് ഈ താരനും തലചൊറിച്ചിലും. അതുപോലെ അതുമൂലം ഉണ്ടാകുന്ന ഒരു മുടി പൊഴിച്ചിലും. ഈ 3 കാര്യത്തിനായിട്ട് നമുക്കൊരു നല്ല ഒരു വെള്ളം തയ്യാറാക്കാവേ. അതിന് നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ഈ വേപ്പിലയാണ്. ഇതെല്ലാ വീടുകളിലും വേണം. ഏറ്റവും നല്ല ഒരു മരുന്നാണ്. ഞാനിത് എല്ലാവരും ഇവിടുന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു മരുന്നാണ്. അതുപോലെ തന്നെ അതിന് നമുക്ക് വെള്ളം തയ്യാറാക്കാൻ വേണ്ട. അടുത്തത് നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന ഈ ഒരു പനിക്കൂർക്ക, ചുമരയില എന്നൊക്കെ പറഞ്ഞ് അറിയപ്പെടുന്ന ഇതൊരു നല്ല ഔഷധമാണ്. ഈ 2 നമുക്കതിനാവശ്യമായത് നമുക്ക് എടുക്കാവേ. ഇനി നമുക്കിതൊന്ന് വൃത്തിയായി കഴുകിയെടുക്കാം. നമ്മൾ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്, വെള്ളം വെച്ച്. എന്നിട്ട് നമ്മൾ തണ്ടോടുകൂടി തന്നെ നമ്മൾ ഈ വേപ്പില ഇട്ട് കൊടുക്കുക. 5 തണ്ടേ ഉള്ളൂ കേട്ടോ, 5 തണ്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ നമുക്ക്. അതുപോലെ തന്നെ ഒരു പിടി ഈ പനിക്കൂർക്കയിൽ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഇതിടുക. കുറച്ച് സമയം ഇതൊന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. വെള്ളം നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം ഇതൊന്ന് തിളപ്പിക്കണം. ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. നമുക്ക് ഇത് ചെയ്യുന്നതിന് മുന്നായി നമ്മുടെ നഖമൊക്കെ വെട്ടി വൃത്തിയാക്കണം. തല ചൊറിഞ്ഞ് നഖത്തിൻ്റെ ഇടയിലൊക്കെ ഉണ്ടെങ്കിൽ കൈ നല്ലവണ്ണം ആദ്യം വൃത്തിയാക്കണം. അതിന് ശേഷം വേണം ഈ വെള്ളം നമ്മൾ തിളപ്പിച്ച് തണുക്കാൻ വെക്കാൻ. എന്നിട്ട് നമ്മൾ എപ്പോഴാണോ കുളിക്കുന്നത് അന്നേരം ഈ തണുത്ത വെള്ളം നമ്മൾ, പുരുഷന്മാരാണെങ്കിൽ ആ താടിയും മുഖവും കഴുകണം. കാര്യം നമ്മൾ ഈ ഒരു താരൻ, ആ ഒരു ഫംഗസ് നമ്മുടെ കയ്യിൽ, അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന തോർത്തുകൾ പുഴുങ്ങി നനച്ച് നല്ല വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. അല്ലെങ്കിൽ പുതിയ തോർത്ത് എല്ലാവരും മേടിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ല. നമ്മൾ ഉപയോഗിക്കുന്ന തോർത്തുകൾ ഒന്ന് പുഴുങ്ങി ഉണങ്ങി വൃത്തിയാക്കി എടുക്കുക. അതുപോലെ നമ്മുടെ വിരലുകൾ, നഖമൊക്കെ വൃത്തിയാക്കുക. എന്നിട്ട് ഞാനിത് ഈ ഒരു ബുദ്ധിമുട്ട് പറയുന്ന എല്ലാവർക്കും ഞാനിത് പറഞ്ഞു കൊടുക്കാറുണ്ട്. പിന്നെ കൊച്ചു കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടമാനമുള്ള ഷാമ്പൂവിൻ്റെ ഉപയോഗമൊക്കെ കാരണം മുടിയുടെ ആ ഒരു നല്ല ഒരു തിളക്കമൊക്കെ പോയാൽ അതുമൊക്കെ മാറാൻ ഈ താരൻ്റെയും തലചൊറിച്ചിലും മെയിനായിട്ട് നമുക്ക് തലയിൽ ഈ ഒരു ചൊറിച്ചിൽ മാറിക്കിട്ടും. ആദ്യം ഒരു ദിവസം നമ്മളിത് ഉപയോഗിക്കുമ്പം തന്നെ നമുക്കിതിൻ്റെ ആ ഒരു നമുക്ക് എന്തോ ഒരു ആശ്വാസം നമുക്ക് തോന്നും. അതിന് ശേഷം ഒന്നട വിട്ട് നമ്മളിത് തല കഴുകണം. ഇത് എപ്പോഴും വൈകിട്ട് തിളപ്പിച്ച് ഇട്ടേക്കണം. അപ്പോൾ രാവിലത്തേക്കിന് കുളിക്കുമ്പോൾ നമുക്കിതെടുത്ത് കൊണ്ടുപോയി. അതുപോലെ തന്നെ പിന്നെ ഒരു ടിപ്പ് കൂടെ ഉണ്ട്. നമ്മൾ 1-2 സ്പൂണ് എടുത്ത് നമ്മൾ ഇത് തണുക്കുമ്പം ചുമ്മാതെ നമ്മൾ കൈയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം നമ്മുടെ കയ്യിലിങ്ങനെ കയ്യിലെടുത്ത് തലയോട്ടിയിലിങ്ങനെ തൂത്ത് പിടിപ്പിക്കുക. അത് പിന്നെ അതങ്ങ് ഉണങ്ങിക്കോട്ടെ, കഴുകിക്കളയൊന്നും വേണ്ട. അതും ഏറ്റവും ആശ്വാസമാണ് ഈ ചൊറിച്ചിൽ മാറാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ താരനും ചൊറിച്ചിൽ പോകാനും പിന്നെ മുടി പൊഴിച്ചിൽ മാറാനും മുടിയുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. ഈ വേപ്പിലയും ഈ പനിക്കൂർക്കയും കൂടി ഇട്ട് തിളപ്പിച്ച് ഈ വെള്ളം നല്ലവണ്ണം ആറി തണുത്ത് കഴിയുമ്പോൾ ഉപയോഗിക്കുക. ഏറ്റവും ഫലപ്രദമായ ഒരു മരുന്നാണ്. എല്ലാവരും ഉപയോഗിക്കുക.